ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. മാക്രി മട വിശേഷങ്ങൾക്ക് ശേഷം പിന്നെ വീഡിയോ ഇട്ടില്ല. ഞാനും അങ്ങ് മടുത്തു. എൻ്റെ വീഡിയോസ് കണ്ട് നിങ്ങൾ കൂട്ടുകാരും എല്ലാം അങ്ങ് മടുത്തു. അതുകൊണ്ട് ഞാനൊരു 2-3 ദിവസം അങ്ങ് ബ്രേക്ക് എടുത്തു. അതാണ് കാര്യം. പിന്നെയും വന്ന് ബോറടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പരഗതിയില്ലാതെ ഇങ്ങനെ വീഡിയോ ഇട്ട് ഒന്നും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാനലുകൾ ചില കൂട്ടുകാർ മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ ഈ വേ ഓഫ് പ്രസൻറ്റേഷനൊന്നും ആളുകൾക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. എങ്കിലും ആരും വിചാരിക്കണ്ട ഞാൻ വീഡിയോ ഇടാതിരിക്കുമെന്ന്. എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വന്ന് പറയും കൂട്ടുകാരെ. എന്തൊരു മഴയാണ് ഇപ്പോൾ എല്ലായിടത്തും. അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ വയ്യ. പോകുന്ന വഴി മൊത്തം വെള്ളമാണ്. അവിടെ എല്ലാം തൊളിയുമാണ്. അതുപോലെ തന്നെ ഓഫീസിൽ ചെന്നാലും അതുപോലെ തന്നെ എല്ലാം വെള്ളത്തിലാണ്. മൊത്തം പ്രശ്നങ്ങളിലാണ്. ഇനിയിപ്പം ഒരു വർഷം അങ്ങനെ അങ്ങ് കടന്നുപോയി. ഇനി അടുത്ത നമ്മുടെ ഓണക്കാലം വരാനായിട്ടുള്ള ഒരു ഇതാണ്. ഇപ്പോൾ കർക്കിടകം 1. ഇന്ന് എല്ലാവരും അമ്പലത്തിലൊക്കെ പോയാൽ എല്ലാവരും പൂജയൊക്കെ നടത്തി നല്ലതുപോലെ പ്രാർത്ഥിക്കണം. അങ്ങനെ ഇന്ന് 1-ാം തീയതിയായിട്ട് ഞാൻ ഇപ്പോൾ കുറേ ദിവസമായിട്ട് അമ്പലത്തിലൊന്നും പോകുന്നില്ല. അങ്ങനെ ഇന്ന് ഞാൻ രാവിലെ എന്തായാലും അമ്പലത്തിലൊക്കെ ഒന്ന് കയറി തൊഴുത് ഇത്തിരി ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നെങ്കിലേ നമ്മളെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകത്തുള്ളൂ. കൂട്ടുകാർ ആരും വീഡിയോസൊന്നും കാണുന്നില്ല. ചിലർക്ക് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് പേരേ ഉള്ളൂ. അത് കാരണം ഞാനും അങ്ങ് മടുത്തിപ്പം വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ ഇടുന്നതെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത് നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ യാത്രകൾ പോവുകയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ എല്ലാം വീഡിയോസൊക്കെ എടുത്ത് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് ഇതൊക്കെ കറക്റ്റ് ഫോമിലാക്കി ഇത് ചെയ്യുന്നതിന് ഇത്തിരി പണിയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂട്ടുകാരെ. നമ്മളാ വീഡിയോസ് എങ്ങനെ ചെയ്താലും ആളുകളൊന്നും അത്ര കാണുന്നില്ല. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവർക്കും ഒരുപോലെ ഭാഗ്യം കടാക്ഷിക്കില്ല. എല്ലാവർക്കും എങ്കിൽ പിന്നെ അതിനല്ലേ ഉള്ളു കാലം. അതുകൊണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങ് മടിക്കും. വീഡിയോസ് ഇട്ടിട്ട് കാര്യമൊന്നുമില്ലെന്നുള്ള ചിന്ത വരുമ്പോൾ ഞാൻ പതിയെ അങ്ങ് അടങ്ങിയിരിക്കും. എന്നാലും എനിക്ക് വൈകിട്ട് വന്ന് നമ്മൾ ജോലിക്കൊക്കെ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട്. അവരുടെ അടുത്തിരുന്ന് നമ്മുടെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകും. ഈവനിങ്ങിൽ വീട്ടിൽ വരുമ്പം കുറച്ച് പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫ്രീ ആകുമ്പോൾ നമുക്ക് പിന്നെ ഇരുന്ന് ബോറടിക്കണ്ട. പിന്നെ എപ്പോഴും നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിക്കുകയോ അതൊക്കെ ചെയ്ത് ഇങ്ങനെ സമയം സ്പെൻഡ് ചെയ്യും. അപ്പോൾ ഒരു ടൈം പാസ്സായിട്ടാണ് ഞാനിതിനെ കണ്ടത്. എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയാം. ചിലവരൊക്കെ അത് കേൾക്കും. അപ്പോൾ കാണാം. ഇപ്പം നോക്കിയപ്പം കാണാമല്ല ഒരു ട്യൂണിനനുസരിച്ചുള്ള ഒരു സ്റ്റെപ്പുകളാണ് എല്ലായിടത്തും കാണുന്നത്. ഇത് കണ്ട് അവസാനം ഈ ഒരു സ്റ്റെപ്പും പഠിക്കുകയോ ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത എനിക്ക് ഈ ട്രെൻഡിനൊപ്പം ഒന്ന് കൂടണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ 2 സ്റ്റെപ്പ് വെച്ചത്. ഇത് എന്നാ മോനൊക്കെ വഴക്ക് പറയും ഈ സ്റ്റെപ്പ് വയ്ക്കുന്ന കാരണം. മോന് നല്ല ദേഷ്യമാണ് വീഡിയോസ് ഇടുമ്പം. അവൻ്റെ കൂട്ടുകാരൊക്കെ കണ്ട എന്തോ പറയുമെന്ന്. അമ്മയുടെ സ്റ്റെപ്പ് കണ്ട കാരണം എൻ്റെ സ്റ്റെപ്പ് എനിക്ക് എന്താണോ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അത് ഞാനങ്ങ് ചെയ്യുന്നു. എനിക്ക് അത് കാണുമ്പോൾ അറിയാതെ മനസ്സിനകത്ത് ചെയ്യണമെന്നുള്ള ടെൻഡൻസിയാണ്. അതിന് ഇനി ആരെന്ത് പറഞ്ഞാലും ഒന്നുമില്ല. അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. ഇതൊക്കെയാണ് കൂട്ടുകാരെ ഓരോ കുഞ്ഞു സന്തോഷങ്ങൾ. അങ്ങനെ ഞാൻ എൻ്റെ പല കൂട്ടുകാരുടെയും ചാനലുകളൊക്കെ ഇങ്ങനെ കണ്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒരുപാട് സ്ട്രെസ്സുകളൊക്കെ ഉണ്ട്. എന്നാലും അതിനെയെല്ലാം തരണം ചെയ്തിങ്ങനെ ഉന്തിത്തള്ളി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് 1-ാം തീയതി. ഇനി അടുത്ത നമ്മുടെ കർക്കിടക വാവാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസം. പോയി ബലിയൊക്കെ ഇട്ട് ഇനി അതിൻ്റെയൊക്കെ ചിന്തകളിലാണ് ഇനി അടുത്ത വരും ദിവസങ്ങളിൽ. അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ വിശേഷങ്ങൾ. ഇന്ന് രാവിലെ തന്നെ എൻ്റെ അടുക്കളപ്പണിയെല്ലാം കഴിഞ്ഞ് ഇനി ചപ്പാത്തി ഉണ്ടാക്കണം. അതുമാത്രമേ ഉള്ളൂ പണി. എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കസർത്ത് നടത്തുകയാണ്. വീഡിയോസ് ആര് കണ്ടാലും ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്.
കാരണം എനിക്കിതിരുന്ന് പറയാനൊക്കെ ഉള്ളൊരു വേദി അതാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ കഴിഞ്ഞ ദിവസം കയാക്കിങ്ങിന് പോയത് എല്ലാവരും കണ്ട. കയാക്കിങ്ങിന് പോയി ഒരവസരം കിട്ടിയതാണ്. പുതിയതായിട്ട് മങ്ങാട്ട് തുടങ്ങുന്ന ഒരു സംഭവമാണ്. അങ്ങനെ അവരുടെ ഞാനില്ല മാക്രിമടയിലൊക്കെ പോയിട്ട് എത്തിപ്പെട്ടത് അവിടെയാണ്. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് എൻ്റെ മോനും ഉണ്ടായിരുന്നു. മോനെ എനിക്ക് അത്രയും വിശ്വാസമുള്ളത് കൊണ്ടാണ് അതിനകത്ത് കയറി. അവരുടെ എല്ലാ സപ്പോർട്ടോടുകൂടിയാണ് കയറിയത്. അല്ലെങ്കിൽ ഞാൻ അതിന് തയ്യാറാവത്തില്ല. അത് നമ്മളങ്ങനെ ചെയ്ത കാര്യമല്ല. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇനി അതുപോലെ കയാക്കിങ്ങും കുട്ടവഞ്ചി സവാരിയൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ അതുമായിട്ട് ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഓരോ സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഈ ഓരോ വീഡിയോസൊക്കെ ഇടുന്നത്. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് ഓരോ സ്ഥലത്തൊക്കെ പോയി വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരു ഗുണവും ഇല്ലാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് ഇത്ര കസർത്ത് കാണിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മളെല്ലാം ഷോർട്ട് ഫിലിം പോലെ ചെയ്യണം. അതൊന്നും ഇപ്പോൾ നടക്കുന്ന കാര്യമല്ല. കാരണം അതിനൊന്നും നമുക്ക് സമയമില്ല, അതിനുള്ള മനസ്സും ഇല്ല. ഇതിനെല്ലാത്തിനും ഒരു മനസ്സാണ് വേണ്ടുന്നത്, എന്ത് കാര്യം ചെയ്യണമെങ്കിലും. അതുകൊണ്ട് ഞാൻ ഈ തട്ടിക്കൂട്ട് പരിപാടിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരവർക്ക് ഇഷ്ടപ്പെടുന്നെങ്കിലേ വീഡിയോസ് കാണത്തുള്ളൂ. ഞാനായാലും അങ്ങനെ തന്നെയാണ്. സോ ഞാൻ വയ്ക്കുന്നു, പിന്നെ കാണാം. ടാറ്റാ.